केरला के गवर्नर श्रीमान आरिफ मोहम्मद खान, मुख्यमंत्री श्रीमान पिनाराई विजयन जी, केरला सरकार के मंत्रीगण, अन्य महानुभाव, कोच्चि के मेरे भाइयों और बहनों, കേരളത്തിന്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി, കേരള സർക്കാരിന്റെ മന്ത്രിമാർ, മറ്റ് ബഹുമാന്യരെ, കൊച്ചിയിലെ എൻ്റെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, आज केरला का कोना कोना ओणम के पावन उत्सव की खुशियों से सरोबार है। उत्साह के इस अवसर पर केरला को कनेक्टिविटी से जुड़ी 4,600 करोड़ रुपए से अधिक की परियोजनाओं का उपहार मिला है। കേരളത്തിന്റെ ഈ മണ്ണിൽ ഇന്ന് ആഹ്ലാദപൂർവ്വം ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഹ്ലാദകരമായിട്ടുള്ള അവസരത്തിൽ കേരളത്തിന്റെ കണക്ടിവിറ്റിക്ക് വേണ്ടി 4,600 കോടി രൂപ അധികമായിട്ടുള്ള പദ്ധതി ഉപകാരമായിട്ട് ഇവിടെ ലഭിക്കുകയാണ്. ईज ऑफ लिविंग और ईज ऑफ डूइंग बिजनेस को बढ़ाने वाले इन प्रोजेक्ट्स के लिए मैं आप सभी को बहुत बहुत बधाई देता हूं। ഈസ് ഓഫ് ലിവിങ്ങിനും അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനും ഗുണകരമായിട്ടുള്ള ഈ പ്രോജക്റ്റുകൾ ഈ കേരളത്തിൽ ലഭിച്ച അവസരത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. हम भारतवासियों ने आजादी के अमृत काल यानी आने वाले 25 साल में विकसित भारत के निर्माण का विराट संकल्प लिया है। विकसित भारत के इस रोड मैप में आधुनिक इंफ्रास्ट्रक्चर का बहुत बड़ा रोल है। आज केरला के इस महान धरती से विकसित भारत के लिए एक और बड़ा कदम उठाया गया है। കേരളം ഭാരതമെന്ന ആസാദി കാ അമൃതകാൽ ആഘോഷിക്കുകയാണ്. അതായത് അടുത്ത 25 വർഷ കാലഘട്ടം ഭാരതം മഹത്തായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഭാരത വികസനത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ആധുനിക അടിസ്ഥാന വികസനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഇന്ന് കേരളത്തിന്റെ ഈ മഹത്തായിട്ടുള്ള ഭൂമിയിൽ വികസനത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഘട്ടം തുടങ്ങുകയാണ്. साथियों, मुझे याद है, मुझे जून 2017 में कोच्चि मेट्रो के अलुवा से पलावीरटोम तक के सेक्शन का उद्घाटन करने का अवसर मिला था। आज कोच्चि मेट्रो फेज 1 एक्सटेंशन का उद्घाटन हुआ है। साथ ही कोच्चि मेट्रो के दूसरे फेज के लिए शिलान्यास भी हुआ है। സുഹൃത്തുക്കളെ, എനിക്ക് ഓർമ്മയുണ്ട് 2017 കൊച്ചി മെട്രോയുടെ ആലുവയിൽ നിന്ന് പാലാരിവട്ടം വരെയുള്ള ആ ഭാഗത്തിന്റെ ഉദ്ഘാടനം നടത്തിയ അവസരം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് കൊച്ചി മെട്രോയുടെ ഫേസ് 1 എക്സ്റ്റൻഷന്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊച്ചി മെട്രോ ഫേസ് രണ്ടാമത്തെ ഫേസിന്റെ ഏതാണ്ട് ശിലാസ്ഥാപനവും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. कोच्चि मेट्रो का दूसरा फेज जेएलएन स्टेडियम से इन्फो पार्क तक जाएगा। ये एसईजेड कोच्चि स्मार्ट सिटी को कक्कानाडा से भी जोड़ेगा। यानी कोच्चि मेट्रो का दूसरा फेज हमारे युवाओं के लिए, प्रोफेशनल्स के लिए बहुत बड़ा वरदान साबित होने जा रहा है। കൊച്ചി മെട്രോയുടെ
രണ്ടാം ഫേസ് JLN സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെ പോകുന്നതാണ്. തീർച്ചയായിട്ടും സെസിന്റെ കൊച്ചി സ്മാർട്ട് സിറ്റി മുതൽ കാക്കനാട് വരെയും ഇത് ബന്ധിപ്പിക്കുന്നതാണ്. അതായത് കൊച്ചി മെട്രോ ഇവിടെ രണ്ടാമത്തെ ഫേസ് നമ്മുടെ യുവാക്കൾക്ക് അതുപോലെ തന്നെ പ്രൊഫഷണൽസിന് വളരെ വലിയ ഒരു വരദാനമാണ്. कोच्चि में पूरे देश के अर्बन डेवलपमेंट, ट्रांसपोर्ट डेवलपमेंट को नई दिशा देने वाला काम भी शुरू हुआ है. അതുപോലെ തന്നെ കൊച്ചിയിൽ ഈ പദ്ധതിയോടുകൂടി ഭാരതത്തിന്റെ മുഴുവൻ നഗരവികസനത്തിന്റെയും അതുപോലെ തന്നെ ഗതാഗത വികസനത്തിനും പുതിയ ദിശ നൽകുന്ന ഒരു പദ്ധതിയായിട്ട് മാറുകയാണ്. कोच्चि में यूनिफाइड मेट्रोपॉलिटन ट्रांसपोर्ट अथॉरिटी उसको लागू किया गया है. ये अथॉरिटी ट्रांसपोर्ट के जितने भी साधन हैं जैसे मेट्रो, बस, वाटरवे सभी को इंटीग्रेट करने का काम करेगी. കൊച്ചിയിൽ യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആരംഭിച്ചിരിക്കുകയാണ്. ഈ അതോറിറ്റിയുടെ കീഴിൽ ഈ ഗതാഗതത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുങ്ങുകയാണ്. അതായത് മെട്രോ, അതുപോലെ തന്നെ ബസ്, വാട്ടർവേ, അതുപോലെ തന്നെ ഇതിനെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതുകൊണ്ട് നടക്കുന്നത്. मल्टी मॉडल कनेक्टिविटी के इस मॉडल से कोच्चि शहर को सीधे सीधे 3 लाभ होंगे. ये शहर के लोगों का कहीं आने जाने में लगने वाला समय कम करेगा, सड़कों पर ट्रैफिक का कम रहेगा और शहर में प्रदूषण भी कम करेगा. ഈ മൾട്ടി മോഡൽ കണക്ടിവിറ്റി കൊണ്ട് ഈ കൊച്ചിക്ക് കിട്ടുന്ന ഏതാണ്ട് 3 ഗുണങ്ങളാണ്. അതായത് നഗരത്തിൽ ഗതാഗതത്തിന്റെ കുറവുണ്ടാകും, അതുപോലെ തന്നെ ഈ യാത്ര ചെയ്യുന്നതിനുള്ള സമയക്കുറവുണ്ടാകും, അതുപോലെ തന്നെ ഈ നഗരത്തിൽ മലിനീകരണത്തിന്റെ കുറവുമുണ്ടാകും. पर्यावरण की रक्षा के लिए भारत ने जो नेट जीरो का विराट संकल्प लिया है ये उसमें भी मदद करेगा. इससे कार्बन फुटप्रिंट कम होगा. പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഭാരതം മുന്നോട്ട് വെക്കുന്ന നെറ്റ് സീറോ എന്നുള്ള ആ മഹത്തായ ലക്ഷ്യം അത് കൈവരിക്കുന്നതിന് വേണ്ടി ഇത് തീർച്ചയായിട്ടും സഹായിക്കും. അതുകൊണ്ട് തന്നെ കാർബൺ ബഹിഷ്കരണം കുറയുകയും ചെയ്യും. बीते 8 वर्षों में केंद्र सरकार ने मेट्रो को अर्बन ट्रांसपोर्ट का सबसे प्रमुख साधन बनाने के लिए लगातार काम किया है. केंद्र सरकार ने मेट्रो को राजधानी से निकालकर राज्य के दूसरे बड़े शहरों में भी विस्तार दिया है. കഴിഞ്ഞ 8 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ ഈ മെട്രോയിനെ ഈ നഗരവികസനത്തിന്റെ നഗരഗതാഗതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗതാഗത സംവിധാനമാക്കി മാറ്റുകയാണ്. ഈ കേന്ദ്രം മെട്രോയിനെ നമ്മുടെ തലസ്ഥാന നഗരങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഏതാണ്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. हमारे देश में पहली मेट्रो करीब करीब 40 साल पहले चली थी. उसके बाद के 30 साल में देश में 250 किलोमीटर से भी कम मेट्रो नेटवर्क तैयार हो पाया था. बीते 8 वर्षों में देश में मेट्रो का 500 किलोमीटर से ज्यादा का नया रूट तैयार हुआ है और 1000 किलोमीटर से अधिक के मेट्रो रूट पर काम चल रहा है. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് മെട്രോ വന്നത് ഏതാണ്ട് 40 വർഷം മുമ്പാണ്. അതിനുശേഷം 30 വർഷ കാലഘട്ടം കൊണ്ട്
ഏതാണ്ട് 250 കിലോമീറ്ററിൽ കുറവ് ആണ് നമുക്ക് മെട്രോ നെറ്റ്വർക്ക് തയ്യാർ ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ പക്ഷേ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഏതാണ്ട് 500 കിലോമീറ്ററിലേറെ ഈ മെട്രോ റൂട്ട് നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചു. മാത്രമല്ല, പറയുവാൻ സന്തോഷമുണ്ട്, ഏതാണ്ട് 1000 കിലോമീറ്ററിന്റെ അധികമായിട്ടുള്ള മെട്രോ റൂട്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. हम भारतीय रेल को पूरी तरह से ट्रांसफॉर्म कर रहे हैं. നമ്മളിന്ന് ഭാരതീയ റെയിൽവേയെ പൂർണ്ണമായിട്ടും പരിവർത്തനം നടത്തി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. आज देश में रेलवे स्टेशनों को भी एयरपोर्ट्स की तरह डेवलप किया जा रहा है. ഇന്ന് आज രാജ്യത്ത് केरला को जिन प्रोजेक्ट्स का उपहार मिला है, उनमें केरला के 3 बड़े रेलवे स्टेशन को रीडेवलप कर उनको अंतर्राष्ट्रीय स्तर का बनाने की भी योजना है. अब एर्नाकुलम टाउन स्टेशन, एर्नाकुलम जंक्शन और कोल्लम स्टेशन में भी आधुनिक सुविधाओं का निर्माण होगा. ഇന്ന് രാജ്യത്ത് എയർപോർട്ട് പോലെ മെട്രോ സ്റ്റേഷനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തില് ഈ കിട്ടുന്ന പ്രോജക്റ്റില്, ഉപകാരമെന്ന രീതിയിൽ കിട്ടുന്ന പ്രോജക്റ്റില് 3 സ്റ്റേഷനുകളുടെ ഈ രീതിയിലുള്ള വികസനം നടക്കുകയാണ്. അത് ഏതാണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള വികസനമായിട്ട് മാറുകയാണ്. എറണാകുളം ടൗൺ സ്റ്റേഷൻ, എറണാകുളം ജംഗ്ഷൻ, കൊല്ലം ജംഗ്ഷൻ, ഈ സ്റ്റേഷനുകളെല്ലാം ആധുനികമായിട്ടുള്ള സംവിധാനത്തോടുകൂടി വികസിപ്പിക്കുകയാണ്. केरला की रेल कनेक्टिविटी आज एक नए माइलस्टोन पर पहुंच रही है. तिरुवनंतपुरम से लेकर मंगलुरु तक पूरे रेल रूट का दोहरीकरण हो चुका है. ये केरला के सामान्य यात्रियों के साथ साथ श्रद्धालुओं के लिए भी बहुत बड़ी सुविधा है. ഈ കേരളത്തിലെ റെയിൽവേ കണക്ടിവിറ്റി ഇന്നൊരു മൈൽ സ്റ്റോണിലെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ ഈ റൂട്ട് ഇരട്ടപ്പാതയാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണ യാത്രക്കാരോടൊപ്പം തീർത്ഥാടകർക്കും തീർച്ചയായിട്ടും ഈ സംവിധാനം വളരെയധികം ഗുണം ചെയ്യും. एटमनूर, चिंगावनम, कोट्टायम ट्रैक के दोहरीकरण से भगवान अयप्पा के दर्शन में बहुत सुविधा होगी. लाखों श्रद्धालुओं की ये लंबे समय से मांग थी, जो अब पूरी हुई है. सबरीमाला आने के इच्छुक देश और दुनिया भर के भक्तों के लिए ये खुशी का अवसर है. ഏറ്റുമാനൂർ, ചിങ്ങവനം, കോട്ടയം ഈ മേഖലയിൽ ഇരട്ടിപ്പിക്കൽ പൂർത്തിയായിരിക്കുകയാണ്. ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ അയ്യപ്പന്റെ ദർശനത്തിന് വേണ്ടി വരുന്നവർക്ക് വളരെയധികം ഗുണം കിട്ടും. ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ വളരെ വർഷമായിട്ടുള്ള ആവശ്യമാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. ശബരിമലയിൽ വരുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വളരെ താല്പര്യത്തോടുകൂടി വരികയാണ്. തീർച്ചയായിട്ടും ഈ ലോകത്തുള്ള എല്ലാ ഭക്തന്മാർക്കും, ഇത് ശബരിമല അയ്യപ്പന്റെ ഭക്തന്മാർക്കും വളരെ സന്തോഷത്തിന്റെ അവസരമാണ്. कोल्लम पुनलूर सेक्शन के बिजलीकरण से इस पूरे क्षेत्र में प्रदूषण रहित तेज रेल यात्रा की सुविधा मिल पाएगी. കൊല്ലം പുനലൂർ സ്റ്റേഷന്റെ വൈദ്യുതീകരണത്തോട് കൂടി ഈ പ്രദേശങ്ങളിൽ മലിനീകരണമില്ലാത്ത വേഗത്തിൽ ഓടുന്ന റെയിൽവേയുടെ സംവിധാനം ലഭിക്കുകയാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടും. इसलिए स्थानीय लोगों की सुविधा के साथ साथ इस पॉपुलर टूरिस्ट डेस्टिनेशन का आकर्षण और बढ़ेगा. അതുപോലെ തന്നെ ഇതുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള യാത്രക്കാർക്ക് ഗുണം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഏതാണ്ട് ജനകീയമായിട്ടുള്ള ഈ
ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന്റെ ഒരാകർഷണമായിട്ട് അത് മാറുകയും ചെയ്യും. केरला में इंफ्रास्ट्रक्चर के लगभग 1 लाख करोड़ रुपए के अलग अलग प्रोजेक्ट्स पर काम चल रहा है. ये आधुनिक इंफ्रास्ट्रक्चर केरला में रोजगार के नए अवसर बनाएगा, खेती से लेकर उद्योगों तक उसको ऊर्जा देगा. തീർച്ചയായിട്ടും കേരളത്തില് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി, അടിസ്ഥാന വികസനത്തിന് വേണ്ടി 1 ലക്ഷം കോടി രൂപയുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആധുനികമായിട്ടുള്ള അടിസ്ഥാന വികസനം കേരളത്തില് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ കൃഷി മുതൽ വ്യവസായം വരെയുള്ള ആ രംഗങ്ങളിൽ ഊർജം കിട്ടുകയും ചെയ്യും. केरला की कनेक्टिविटी पर केंद्र सरकार बहुत अधिक बल दे रही है. हमारी सरकार केरला की लाइफलाइन कहे जाने वाले नेशनल हाईवे 66 को 6 लाइन में भी बदल रही है. इस पर 55,000 करोड़ रुपए से ज्यादा का खर्च किया जा रहा है. കേരളത്തിലെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ലൈഫ് ലൈൻ എന്ന് പറയാവുന്ന NH 66ന്റെ 6 ലൈനായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഇതിനുവേണ്ടി 55,000 കോടി രൂപയാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. आधुनिक और बेहतर कनेक्टिविटी का सबसे अधिक लाभ टूरिज्म और ट्रेड को मिलता है. टूरिज्म ऐसी इंडस्ट्री है जिसमें गरीब हो, मिडिल क्लास हो, गांव हो, शहर हो, सभी जुड़ते हैं, सभी कमाते हैं. आजादी के अमृत काल में टूरिज्म का विकास देश के विकास को बहुत बड़ी मदद करेगा. ആധുനിക കാലത്ത് കണക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ അത് ടൂറിസത്തിനും അതുപോലെ തന്നെ വാണിജ്യത്തിനുമാണ്. ടൂറിസം ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു വ്യവസായമാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ദരിദ്രർക്ക് ഗുണം കിട്ടും, അതുപോലെ തന്നെ മിഡിൽ ക്ലാസിന് ഗുണം കിട്ടും. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗുണം കിട്ടും. മാത്രമല്ല എല്ലാവർക്കും സമ്പാദിക്കാൻ സാധിക്കും. ആസാദി കാ അമൃത കാലത്തില് തീർച്ചയായിട്ടും ഈ ടൂറിസത്തിന്റെ വികസനം രാജ്യത്തിന്റെ വികസനത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്യും. केंद्र सरकार टूरिज्म सेक्टर में एंटरप्रेन्योरशिप के लिए भी बहुत प्रोत्साहन दे रही है. मुद्रा योजना के तहत 10 लाख रुपए तक के बिना गारंटी के ऋण उपलब्ध हैं. केरला में इस योजना के तहत 70,000 करोड़ रुपए से अधिक की मदद लाखों छोटे उद्यमियों को दी गई है. इनमें से अनेक टूरिज्म सेक्टर में है. കേന്ദ്രം ടൂറിസം സെക്ടറിൽ ഏതാണ്ട് ഒരു വലിയ മുന്നേറ്റം നടത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് സംരംഭകർക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. മുദ്രാ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ വരെയും ഗ്യാരണ്ടിയില്ലാതെ ലോൺ കൊടുക്കുന്നു. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏതാണ്ട് 70,000 കോടി രൂപ ഈ ലോണിന് വേണ്ടി കൊടുക്കുകയുണ്ടായി, സംരംഭകർക്ക് വേണ്ടി കൊടുക്കുകയുണ്ടായി. ഇതിൽ കൂടുതലും ടൂറിസം രംഗത്താണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. केरला की विशेषता ये रही है, यहां लोगों की विशेषता रही है कि यहां केयर और कंसर्न समाज जीवन का हिस्सा है. कुछ दिन पहले ही मुझे हरियाणा में मां अमृतानंदमयी जी के अमृता अस्पताल के उद्घाटन का अवसर मिला. करुणा से भरी हुई अमृतानंदमयी अम्मा का आशीर्वाद पाकर मैं भी धन्य हो गया. मैं आज केरला की धरती से
उनका फिर एक बार आभार व्यक्त करता हूं। കേരളത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് സംരക്ഷണവും കരുതലുമാണ്. അത് സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അമൃത ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. കരുണാമയിയായിട്ടുള്ള അമൃതാനന്ദമയിയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ധന്യനായി. ഇന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. साथियों, हमारी सरकार सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास के मूल मंत्र पर काम करते हुए देश का विकास कर रही है. സുഹൃത്തുക്കളെ, നമ്മുടെ സർക്കാർ सबका साथ, सबका विकास, सबका വിശ്വാസ് അവർ सबका പ്രയാസ് എന്ന മൂലമന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. आजादी के इस अमृत काल में हम सभी मिलकर विकसित भारत का रास्ता सशक्त करेंगे. इसी कामना के साथ फिर एक बार आप सभी को विकास परियोजनाओं की बहुत बहुत बधाई. फिर से एक बार सबको ओणम की शुभकामनाएं. बहुत बहुत धन्यवाद. ആസാദിക്ക് അമൃതകാലത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഭാരതത്തിന്റെ വികസനത്തിന്റെ പാത മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലക്ഷ്യത്തിന് വേണ്ടി, വികസനത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി, പദ്ധതിക്ക് വേണ്ടി എല്ലാവരും ഒന്നുകൂടണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണത്തിന്റെ ആശംസകൾ എല്ലാവർക്കും അർപ്പിക്കുന്നു.